ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുത്ത രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് താൻ എന്ന് മേനി പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. താനാണ് രാജ്യത്തിന് മാതൃകയായ മുഖ്യമന്ത്രി. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് മാത്രമല്ല, രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കും ചെയ്യാൻ കഴിയാത്ത വീരസാഹസികത തനിക്ക് പറ്റും എന്ന് ഊറ്റം കൊള്ളുന്നു പിണറായി വിജയൻ. പക്ഷേ കണക്കുകളും രേഖകളും ഒന്നും ആ വീരവാദത്തെ പിന്താങ്ങുന്നില്ല. പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി പറയുന്നവർ ഇന്നും സേനയിൽ സസുഖം വാഴുന്നു, സുപ്രധാന ചുമതലകൾ അലങ്കരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയാണോ, അതോ മുഖ്യമന്ത്രി നാടിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയെ വിലവയ്ക്കാത്ത ഉദ്യോഗസ്ഥ ഭരണമാണോ നടക്കുന്നത്? ആഭ്യന്തര വകുപ്പ് തന്നെ വൻ തോൽവിയാണ് എന്ന് ആക്ഷേപിക്കുന്നവരെ ഇനി കുറ്റം പറയാനാകുമോ? സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ തിന്നുകൊഴുത്ത ഈ ക്രിമിനലുകളെ PSC ടെസ്റ്റ് പാസ്സായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇനി ഈ നാട് സഹിക്കണം. ന്യൂസ് 18 പൊതുവേദിയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ജയകുമാർ, ശ്രീ ജയകുമാർ, അതെ സർ. യെസ്, പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അവിടെ സുപ്രധാനമായ ലാത്തിച്ചാർജിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? സാറേ, സാറ് പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആദ്യം സാർ ഈ ഇൻക്വയറി ഒരു കാര്യം പറയാനുണ്ട്. സാറേ, ഈ PSC ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പവിത്രമായിട്ട് കാണുന്ന ഒന്നാണ്. അത് പാസ്സായി എന്ന് പറഞ്ഞാല് ഇത് എങ്ങനെ പാസ്സായി? പാവപ്പെട്ട കുട്ടികള് കഷ്ടപ്പെട്ട് PSC കോച്ചിങ്ങിന് പോയിട്ട് പഠിച്ച് അവർക്ക് ആർക്കും ഇല്ല. ABCD അറിഞ്ഞൂടാ നടക്കണ ഇവരൊക്കെ ലിസ്റ്റിൽ പറഞ്ഞ എങ്ങനെയെന്ന് അത് പിന്നെ അതിന്റെ കാര്യം വേറെയാണ് സാറേ. പണ്ടൊരു കത്തിക്കുത്ത് കേസ് പ്രതി PSC ഒന്നാം റാങ്ക് വാങ്ങിച്ച കഥ ഈ നാടിന് അറിയാലോ. ഇതൊക്കെ ഇവിടെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പേരിൽ കേസ് വരില്ല. നമുക്ക് തന്നെ അറിയാന്നുള്ള ഒരുപാട് കേസുണ്ട് ഇവിടെ. എങ്ങനെയാണ് PSC ടെസ്റ്റിൽ കയറുന്നത്? പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ പവിത്രമായ PSC സത്യത്തിൽ ഇവരുടെ ആ ആൻസർ പേപ്പറൊക്കെ ഒന്നും കൂടി എടുത്ത് പരിശോധിക്കേണ്ടതാണല്ലേ. ഇവർക്കൊക്കെ ഇതിന് എങ്ങനെ കഴിഞ്ഞു, എങ്ങനെ ഈ PSC ടെസ്റ്റ് ഇവർ പാസ്സായി, അവിടെ നിന്ന് തുടങ്ങിയുള്ളൊരു അന്വേഷണമാണ് ആവശ്യം. ഇവരെങ്ങനെ സർവീസിൽ കയറി എന്നൊരു അന്വേഷണം ആവശ്യമാണ് അല്ലേ? അത് പോരെ സാറേ. ഈ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇപ്പൊ ഊറ്റം കൊണ്ട് ഇവിടെ പറയുന്നതായിട്ട് അദ്ദേഹം അങ്ങ് എത്തത് LLB കാരാണ് മറ്റേ പറഞ്ഞാണ്. അതുകൊണ്ടൊന്നും അന്വേഷിക്കുന്നത് സാറേ. ഇവർ ഏത് ക്ലാസ്സിലാണ് പോയിട്ടുള്ളത്, ഏതെല്ലാം ഇത് പാസ്സായിട്ടുണ്ട് എന്നൊക്കെ അതുകൊണ്ട് ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ LLBയും PhD എല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. സത്യം പറഞ്ഞ സാറേ, ഇത് വെറും കൊള്ളയാണ്. ഇതിനകത്ത് മറ്റുള്ള പാർട്ടിക്ക് ഒരു അംശം ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആരും കുറ്റപ്പെടുത്തി കൊണ്ടുവരുന്നില്ല. അവർ വരുമ്പോൾ അവരെ പാർട്ടി കുറച്ച്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ള സാറേ, സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ആരും നമ്മളെ കേരളത്തിൽ ഒരു വകുപ്പിലും നിയമിച്ചിട്ടില്ല. നമുക്കറിയാന്നുള്ളതാണ്. IPS ഉദ്യോഗസ്ഥന്മാരെ കിടന്ന് കോല അടിച്ച് ജേക്കബ് സാറ്, മറ്റേ വേറെ സാറിന്റെ പുള്ളിയുടെ പേര് പെട്ടെന്ന് തരുന്നില്ല. എത്രയോ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ അവരവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽപ്പെടുത്തി ഇതുപോലെ പിരിച്ചുവിടുക. 144 പേര് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാല് സത്യസന്ധരായ ആളുകളായിരിക്കും.
അല്ലാതെ ഇതുപോലുള്ള ആളുകളെ പിരിച്ചുവിട്ട് നേരെ AKG സെന്ററിലേക്ക് വച്ചിട്ട് അവിടുത്തെ യൂണിഫോം കൊടുത്തിട്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ പകപോക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലോ ഈ സാബി പറമ്പിലോ ഇങ്ങനെയുള്ള പിടിച്ചാൽ കിട്ടാത്ത നേതാക്കന്മാരെ അടുത്ത് പകരം വീട്ടാൻ വേണ്ടി അവാദത്തിലേക്ക് നിയമിക്കുകയാണ് ഇവരുടെ രീതി. സമയക്കുറവുകൊണ്ടാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീമതി ലളിത. ഹലോ ഹലോ എനിക്ക് പറയാനുള്ളത്, ഈ നിയമസഭയിൽ കയറാനുള്ള ഒരു അവകാശവും ഇല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന സാധനം. ഞാൻ ഒരു പാർട്ടിയിലും ഉള്ളതല്ല. TV തുറന്നു കഴിഞ്ഞു ഇയാൾ അതിക്രമേ അവിടെ കാണാനുള്ളൂ, ഇങ്ങനെ കൂട്ടാളികളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ ഈ സ്ഥാനത്തൊന്ന് ഇറക്കാൻ ജനങ്ങൾ മുതിരണമെന്നാണ് ഒരു മുഖ്യമന്ത്രിയില്ല. ഇങ്ങനെ ഒരു കാരണവശാലും മര്യാദ വേണ്ടേ? ഇങ്ങനെ ഒരു കാരണവശാലും പിന്നെ ഈ സ്ഥാനത്തിരിക്കാനുള്ള മുഖ്യമന്ത്രി എന്ന് പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്. എന്തോന്ന് അഭിനയം. എന്താ ഞങ്ങളെ നാട്ടിൽ പറയണത്, കുനിഞ്ഞു നടക്കുന്നതിനെ സൂക്ഷിക്കണമെന്നാണ് പറയണത്. മനസ്സിലായ? ഇത് ഇങ്ങനെയുള്ള ഏത് എന്തോന്ന് കേട്ടില്ല സർ. വീട്ടമ്മയാണോ ശ്രീമതി ലളിത? ഞാൻ വീട്ടമ്മയാണ്. എനിക്ക് ഒരു ആര് രാഷ്ട്രീയക്കാരെ അങ്ങനെ ഒന്നുമില്ല. ഒരു പകപോക്കലിനും അല്ല പറയണം. പക്ഷെ ഇത് കണ്ടും കൊണ്ടിരുന്ന് നിവൃത്തിയില്ല. TV തുറന്നു കഴിഞ്ഞാൽ ഈ പിണറായിയെ പറ്റിയുള്ള അസഭ്യമായ വാക്കുകൾ അവന്റെ ആൾക്കാര് പിന്നെ സമരം കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തല്ല അവനൊക്കെ പറയാമോ? കേൾക്കട്ടെ. അതല്ല ഞാനൊരു അങ്ങ് ഒരു പുതിയൊരാളായതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് കാണിച്ചു. നമ്മളൊരു പൊതുവേദിയാണ്. ഇത് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ കാണുകയാണ്. കന്യാകുമാരിയിലെ ഒരു സാധാരണ വീട്ടമ്മയായ, ഇത് കേൾക്കൂ ശ്രീമതി ലളിത, ഒരു സാധാരണ വീട്ടമ്മയായ മീനാക്ഷി തൊട്ട് അങ്ങ് ഷിലോങ്ങിൽ മേഘാലയയിൽ ഇരിക്കുന്ന പട്ടാള ഉദ്യോഗസ്ഥനായ തോമസ് വരെയുള്ള ആളുകൾ, മലയാളികൾ, പോളണ്ടിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, നിങ്ങൾക്ക് കേൾക്കൂ. അതാണല്ലോ ഇത്രയും അസഹിഷ്ണുത എന്തിന്? നമ്മൾ സമ്മതിക്കല്ലേ? അപ്പോൾ ഇത്രയും ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. വിമർശനങ്ങളാകാം, തീക്ഷ്ണമായ വിമർശനങ്ങളാകാം, അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. ആ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളോടോ ഒക്കെ വിയോജിപ്പ് പുലർത്തുന്നതിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പൊതുവേദിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് സഭ്യമായിരിക്കണം. കാരണം നമുക്ക് അല്ല, അത് പാടില്ല. അത് ഞാൻ അങ്ങ് ശ്രീമതി ലളിതയെ ശ്രീമതി ലളിതയെ നോക്കൂ, ഇത് കേൾക്കൂ. ഇത് കേൾക്കാൻ ഇത്ര അസഹിഷ്ണുത എന്ത്? അപ്പോൾ ഇത് ഞാൻ ഇപ്പം താങ്കളെ അഭിസംബോധന ചെയ്യുന്നത് കാണുന്നില്ലേ? അപ്പോൾ അത് നമ്മൾ എപ്പോഴും സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. ഞാനിവിടെ പല ആളുകളും എനിക്ക് യൂട്യൂബിലൊക്കെ കമൻറ്റ്, സഭ്യമായ ഭാഷ ഉപയോഗിക്കാത്തവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പറയുന്നത് നാടിൻ്റെ നാനാഭാഗത്തിരുന്ന ആളുകൾ കേൾക്കുകയാണ്. ഇതിലെന്തെങ്കിലും ഇപ്പം ഞാനൊരു ചെറിയ തെറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പം തന്നെ എനിക്ക് കമൻറ്റ് വരികയാണ്, നോക്കൂ നിങ്ങൾ പറഞ്ഞതിൽ ഒരു വസ്തുതാപിശകുണ്ട്. അപ്പോൾ അതുപോലെ ആളുകൾ ഇത് വളരെ സസൂക്ഷ്മം ഗൗരവത്തോടെ കാണുമ്പോൾ അവർക്ക് മുന്നിൽ സഭ്യമായ ഭാഷയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ വെക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഞാൻ പറഞ്ഞത് സമ്മതിച്ചോ? അല്ല, ഞാൻ പറഞ്ഞത് സമ്മതിച്ചോ? അത് ശരിയാണ്, എനിക്കറിയാം. കാരണം ഇത് പലരും നോക്കിയിട്ട് ഉള്ള ക്രിമിനലെല്ലാം അവരെല്ലാം എന്ത് അഴിഞ്ഞാടിയാലും ഒരു കുഴപ്പമില്ല. വേറെ BJPയോ കോൺഗ്രസോ ആരെങ്കിലും പോങ്ങി അവന്റെയൊക്കെ തലയടിച്ച് പൊട്ടിച്ച് എന്ന് വിടുകയുള്ളൂ. ഒരിക്കലും ഒരു കാരണവശാലും ഒരാളുടെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് വന്ന് ഒരാളിനെ അടിച്ചത് അന്നോട്ടേ ഞാൻ വിചാരിച്ചാണ് അപ്പോഴും വിളിച്ച് ഇയാൾക്ക് മറുപടി കൊടുക്കണമെന്ന്. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമുക്ക് മറുപടി കൊടുക്കുന്നതിലൊന്നും അല്ല, മറുപടി കൊടുക്കുന്നതൊക്കെ കറക്റ്റാണ്. എനിക്ക് എന്നോട് പറയേണ്ടത്, നോക്കൂ, കേരളത്തിലെ നൂറുകണക്കിന് വീട്ടമ്മമാർ കാണുന്നില്ല. അപ്പോൾ ആ ഒരു വീട്ടമ്മയുടെ പ്രതികരണം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കേൾക്കണമെങ്കിൽ സഭ്യമായിരിക്കണം. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടുന്ന് വിളിച്ച് അഭിപ്രായം പങ്കുവെച്ചതിൽ സന്തോഷം. അപ്പോൾ ഗൗതം പറയുന്നത് ഗൗതമിൻ്റെ പേര് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഗൗതമിൻ്റെ പേര് ഇതിൽ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടല്ലോ, കണക്റ്റഡ് ആണോ? കട്ടായി പോയത് അത്രേ. പ്രവീണ പറയുന്നത് കട്ടായി പോയതാണ്. അപ്പോൾ ഗൗതം ഒന്നും കൂടി വിളിച്ചോളൂ. ഗൗതമിനെ ഒരിക്കലും കട്ട് ചെയ്യില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേക്ഷകരിൽ ഒരാളാണ് ഗൗതം. നിത്യവും നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്, എല്ലാ ദിവസവും യൂട്യൂബിൽ ഉണ്ട്, അതുകൂടാതെ ടെലിഫോണിലും വരുന്നുണ്ട്. അപ്പോൾ ഗൗതമിനെ കട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ പേര് ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നത് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ ഗൗതം, കേരളത്തിലെ പോലീസ് നമ്പർ 1 ആണ്. രാജ്യത്തിന് മുന്നിൽ എന്താണ് കേരള പോലീസ് ചെയ്ത തെറ്റ്? ചില ഒറ്റപ്പെട്ട സംഭവത്തെ അടച്ചാക്ഷേപിക്കുന്നത് എന്തിനാണ് കേരള പോലീസ് മോശമാണ്? എന്ത് തെറ്റാണ് പോലീസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനാണോ പറഞ്ഞത് കേരളത്തിൽ തെറ്റ് ചെയ്ത 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നുള്ളത്? ഞാൻ പറഞ്ഞതാണ്. കേരളത്തിൽ തെറ്റ് ചെയ്ത 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ അവർ തെറ്റുകാരല്ലേ?
അപ്പോൾ ഞാൻ പറയുന്നത് 62,000-ഓളം വരുന്ന സേനയിൽ 142 പേരുടെ കാര്യം 44 പേരുടെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നല്ല ഉദ്യോഗസ്ഥരുണ്ട്. സ്കോട്ട്ലാൻഡ് യാർഡിനെ വെല്ലുന്നതാണ് കേരള പോലീസ് എന്നെല്ലാവർക്കൊപ്പം നമ്മളും പറയുന്നു. പക്ഷേ ഈ 144 ക്രിമിനലുകൾ ചേർന്നാൽ ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത തകർക്കാനാകും, മനുഷ്യരെ കൊണ്ടുപോയി തല്ലാനാകും. അത് അവരെ ഇവിടെ നിർത്തരുത്. ഈ നാടിൻ്റെ നികുതിപ്പണം കൊടുത്ത് ഇവർക്കിവിടെ ഒരു നിമിഷം പോലും തുടരാൻ അധികാരമില്ല. അവരെ പറഞ്ഞയക്കുക തന്നെ വേണം. അപ്പോൾ എന്താണ് തെറ്റെന്ന് പിണറായി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കും. പോലീസുകാർ തെറ്റുകാർ എന്ന് പറയുന്ന ചില പോലീസുകാരുടെ ഒറ്റപ്പെട്ട സേവനം എന്നല്ല, പോലീസിൻ്റെ മഹത്തായ സേവനം തന്നെ കണ്ടുകൊണ്ടാണ്. പക്ഷേ ആ സേവനത്തിന് നടുവിൽ ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ നിലനിർത്താൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചുകൂടാ. പോക്സോ കേസ് പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചതിന് പുറത്താക്കിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്കൊരു പോലീസുകാരനെ കാണുമ്പോൾ എന്തിനാണ് അങ്ങനെയുള്ളവർ ചുമക്കേണ്ട കാര്യം? ഈ നാടിനെന്ത്? ഞാൻ കൊടുക്കുന്ന നികുതി പണത്തിൽ ഇവനെ ഇങ്ങനത്തരം ആളുകളെ തീറ്റിപ്പോറ്റേണ്ടതിൻ്റെ കാര്യമെന്ത്? അതെനിക്ക് ചോദിച്ചുകൂടെ? അപ്പോൾ അത്തരം ആളുകളെ ഇവിടെ ഒരു കാരണവശാലും നമുക്ക് അപ്പോൾ കൃഷ്ണൻകുട്ടിയും പറയുന്നു എന്നോട്, കൃഷ്ണൻകുട്ടി വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേനയിൽ ഒന്നാണ് കേരള പോലീസ്. അതൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഈ കള്ളന്മാരെ, ക്രിമിനലുകളെ, ഇങ്ങനെ പിരിച്ചുവിട്ട ആളുകളെ വീണ്ടും തിരിച്ചു കയറ്റി വെച്ചത് ആരാണ് എന്ന ചോദ്യം വരുമ്പോൾ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്കോട്ട്ലാൻഡ് യാർഡിന് തുല്യമാണോ എന്ന സംശയം എനിക്ക് വരികയാണ്. നമസ്കാരം. അരുന്ധതി എന്നോട് പറയുന്നത് പിണറായി സാറ് പറയുന്ന എല്ലാം നുണയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൗതം എനിക്ക് ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗൗതമിന് മനസ്സിലായി ഞാൻ ഗൗതമിൻ്റെ ഫോൺ കട്ട് ചെയ്തതെല്ലാം. ഓക്കെ, പോലീസ് എത്ര സഹായം ചെയ്യുന്നുണ്ട്? എത്ര സഹായം ചെയ്യുന്നത് ഞങ്ങൾ എത്ര വാർത്ത കൊടുക്കുന്നുണ്ട്? എത്രയോ പോലീസുകാരുടെ പിന്നെ സേവനം. അതിൽ ഏറ്റവും ഇപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം കണ്ട് കേരളം കണ്ണീരോടുകൂടി അവരെ അഭിനന്ദിച്ചതല്ലേ? സ്നേഹക്കണ്ണീരോടുകൂടി വള ഊരി കൊടുക്കുകയാണ് ഒരു രോഗിയുടെ കുടുംബത്തിന്, അവരെ ആ ആശുപത്രിയിൽ നിന്ന് ആ മൃതശരീരം വിട്ടുകിട്ടാൻ. അപ്പോൾ അതൊക്കെ ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെ. അവരൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം തന്നെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള ഈ ഗുണ്ടാ സംഘങ്ങളിലെ അവരുടെ പിടിയാളുകളായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റേണ്ട ഗതികേട് ഈ നാടിൻ്റെ ഖജനാവിനില്ല. അത് തറപ്പിച്ച് പറയാതിരിക്കാനാകില്ല. രാജീവ് തെന്മലയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. രാജീവ്, ഞാൻ സ്ഥിരം ശ്രോതാവാണ് നമ്മുടെ പരിപാടിയിലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. രാജീവ് എന്ത് ചെയ്യുന്നു? സാറേ, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഡ്രൈവറാണ്? അതെ അതെ. നമ്മുടെ ഈ ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും നമ്മൾ പൊതുവെ ധാരാളം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പല ആളുകളും വിളിച്ചു, ചിലരൊക്കെ റിട്ടയർ ചെയ്തു, എന്നാലും നമ്മുടെ അപ്പോൾ ഈ മോട്ടോർ തൊഴിലാളികൾക്ക് നമ്മളോടൊരു വലിയ സ്നേഹമുണ്ട് കേട്ടോ, അല്ലേ? ഉണ്ട്, അങ്ങനെയുണ്ട്. സത്യമാണ്. അപ്പോൾ ഞാൻ യെസ് സാറേ, എനിക്ക് പറയാനുള്ളത് ഇത് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരണം ഈ വിഷയം. എന്ന് പറഞ്ഞാൽ ഞാനൊരു പരാതിയുമായി ചെന്ന തെന്മല പോലീസ് സ്റ്റേഷനിൽ എന്നെ ക്രൂരമായി കെട്ടിയിടുകയും പരാതിയുടെ രസീറ്റ് വെച്ച് എന്നെ കർണത്തടിക്കുകയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ട് ഇതുവരെയും അവരെ അവരെ സ്ഥാനത്ത് രാജീവ് ഒരു പരാതിയുമായി ചെന്നപ്പോ പിടിച്ച് കെട്ടിയിട്ടോ അവിടെ? അതെ അതെ, പരാതി അവിടെ ബലം കെട്ട് എന്നെ നിർത്തിയിരുന്നു. 7 മണിക്കൂറോളം എന്നെ ബലം കെട്ട് നിർത്തുകയും. അത് പരാതിയുമായി കൊണ്ടുപോയാളെ? പരാതി പരാതി കൊടുത്ത ആളാണ് ഞാൻ. 2021 ഈ സംഭവം. അത് ഏത് സ്റ്റേഷൻ? തെന്മല സ്റ്റേഷൻ. തെന്മല സ്റ്റേഷൻ. അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, SI ഒക്കെയും CI ഒക്കെ ഉണ്ടായിരുന്നോ? അതെ, SHO ആണ് ഈ ചെയ്തത്. SHO വിശ്വംഭരൻ എന്ന് പറയുന്ന SHO ആണ് എന്നെ പരാതിയുടെ രസീറ്റ് വെച്ച് എന്നെ കർണത്തടിക്കുകയും അതേ കണക്ക് തന്നെ ഇത് ഈ കർണത്തടിക്കുന്ന വീഡിയോ ഞാൻ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് തെല്ലുകയും പുള്ളിയെ 1 വർഷത്തിലേറെ സസ്പെൻഷനിലായിരുന്നു. ഇപ്പൊ ഈ കെട്ടിയിട്ട ആളെ ഇപ്പൊ CI പ്രൊമോട്ട് ചെയ്തോ? എന്താ ചെയ്തത്? ഈ ഗവൺമെന്റ് എടുക്കേണ്ട കേസായിരുന്നു ഇത്. അവർക്കെതിരെ FIR അട്രോസിറ്റി പ്രകാരം എടുത്തിട്ട് അത് റെഫർ ചെയ്തിട്ട് ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് SC കോടതി ഫയൽ ചെയ്തിട്ട് അവർക്കെതിരെ റെഫർ ചാർജ് തള്ളിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തു, SIക്കെതിരെ CIക്കെതിരെ. എന്നിട്ട് ഇവര് ക്രമസമാധാന ചുമതലയെന്ന് ഇപ്പോഴും നിലനിർത്തിയാണ് ഇത്ര അട്രോസിറ്റി പ്രകാരം കേസെടുത്തിട്ട്. എന്താ ഞാൻ പറയാ, അതാണ് നമ്മുടെ നാട് കേൾക്കുകയാണ്. ശ്രീ രാജീവ്, അങ്ങയുടെ ശബ്ദം ഈ നാട് കേൾക്കേണ്ട ഒന്നാണ് ഇത്. അതായത് ഒരു മനുഷ്യൻ പരാതിയുമായി ചെന്നപ്പോൾ അയാളെ പിടിച്ച് കെട്ടിയിട്ടു. അല്ല, അതെന്താ തർക്കം വന്നോ നിങ്ങളും പോലീസും തമ്മിൽ? അതെ, അത് ഒരാള് ഫോണിൽ കൂടെ അസഭ്യം പറയുന്നതിനെതിരെ ഞാൻ പരാതിയും കൊണ്ട് പോയതായിരുന്നു. അതിനെതിരെ രാഷ്ട്രീയക്കാരുടെ ഗൂഢാലോചനയാണിത്. ഞാനൊരു സാധാരണപ്പെട്ടവനായതുകൊണ്ട് അവിടെ ചെന്നപ്പോ എനിക്ക് അതിന്റെ നീതിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല.
കിട്ടിയില്ല. ഒടുവിൽ പരാതിപ്പെട്ടു, പോലീസിനെതിരെ ഇതെടുത്തു, 1 വർഷം സസ്പെൻഷനായി. ഇപ്പം അയാൾ സുഖമായി വീണ്ടും സേനയിലുണ്ട് അല്ലേ? അതെയാണ് എസ് ഐ എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ട് തന്നെ അസഭ്യം പറയുന്ന വോയിസ് വരെ എൻ്റെ കയ്യിലുണ്ട്, റെക്കോർഡിംഗ് ചെയ്ത് ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുവന്നതാണിത്. ഓഹോ, അതായത് SI അങ്ങേ ജാത്യാധിക്ഷേപം നടത്തുകയാണ്. അതായത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ, തുല്യാവകാശമുള്ള ഭാരതത്തിൽ നമ്മൾ ജാതി തൂത്തെറിഞ്ഞു എന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിൽ ഒരു SI അങ്ങേ വിളിച്ച് ജാതി പറഞ്ഞ അതെ എസ് ഐയുടെ പേരും കൂടെ പറയാം. DJ ശാലു എന്നാണ് എസ് ഐയുടെ പേര്. അത് ശരി. DJ ശാലു SIയും അതുകൊണ്ട് തന്നെ CM വിശ്വംഭരനും അവരിപ്പോഴും സർവീസിൽ ക്രമസമാധാന ചുമതലയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇവർക്ക് ക്രിമിനൽ കേസ് നിൽക്കുകയാണ്. ആ ക്രിമിനൽ കേസ് നിൽക്കുന്നയാളാണ് ഇപ്പോൾ ക്രമസമാധാനം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? തെന്മലി തന്നെയാണോ? തെന്മലയല്ല, പുള്ളി ഈ SI തിരുവനന്തപുരം റൂറൽ പരിധിയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടാണ് ഈ CI വിശ്വംഭരൻ. അയ്യോ, എൻ്റെ നാടാണല്ലോ. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വലിയ പ്രശ്നത്തിലാവുമല്ലോ ഇത്തരം ആളുകൾ അങ്ങോട്ട് പോയാൽ. അതെ അത് അന്നേരം എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എനിക്ക് പറയാനുള്ളത്, ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക തന്നെ വേണം. അത് അങ്ങേ അറിഞ്ഞില്ലെങ്കിൽ, ബഹുമാനപ്പെട്ട അങ്ങേ അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിയണം ഈ കേസിന്റെ അവസ്ഥ. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ CI വിശ്വംഭരൻ ഇപ്പം ഡ്യൂട്ടിക്കുള്ളത്. തൃക്കരിപ്പൂരോ? തൃക്കരിപ്പൂര് അപ്പൊ കാസർഗോഡല്ലേ? ഞാൻ കാസർഗോഡ്. സോറി സാറേ. അതെ പാലക്കാട് രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു പാലക്കാടാണ്. അത് പാലക്കാടുകാർ അറിയണം. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഇവിടെ ഡ്യൂട്ടിക്കുണ്ടെന്ന് ഇയാളെ ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരണം സാറേ. ഇത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഈ ക്രമസമാധാന ഈ സർവീസ് തന്നെ ഇരിക്കാൻ ഇതില്ല. അത് ശരിയാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ സർവീസിൽ ഉണ്ടെങ്കിൽ, അവർ ചെയ്തത് തെറ്റാണെങ്കിൽ, അവർ ഒരു കാരണവശാലും നമ്മുടെ നികുതി പണം എടുക്കാൻ അർഹരല്ല. പ്രത്യേകിച്ച് ഒരു തൊഴിലാളികളുടെ മഹത്വം പറയുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു തൊഴിലാളി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അയാളെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് ഭരണ കാലഘട്ടത്ത് പോലും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് സാറേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിരൂക്ഷമായിട്ട് സർക്കാരിനെ വിമർശിക്കുകയും അതുകൊണ്ട് ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിമർശിച്ച കേസാണ് എൻ്റെ. അതെ, അതിരൂക്ഷമായിട്ടാണ് വിളിച്ചത്. അന്ന് എന്റെ കേസിൽ 2021 ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ സാറാണ് കാടത്തം എന്നൊക്കെ എന്റെ കേസിലായിരുന്നു പറഞ്ഞിരുന്നത്. പണ്ടൊക്കെ പട്ടിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ വന്ന കാലത്ത് പട്ടിക്ക് സ്വാതന്ത്ര്യം ഉള്ള കാലത്താണ് എന്നെ അവിടെ പട്ടിയെ പോലെ കെട്ടിയിട്ടാണ് കോടതിയുടെ വിമർശനം വന്നത്. ഓ മൈ ഗോഡ്, അതൊരു വലിയ ഒരു കാര്യം തന്നെ കേട്ടോ. അങ്ങനെ ഒരു മനുഷ്യനെ ചെയ്തപ്പോൾ കോടതി അത് ശക്തമായി എതിർത്തല്ല. പട്ടിയെപ്പോലെ ഒരാളെ കെട്ടിയിടുക, ഇത് പോലീസിന് ഇതൊക്കെയാണ് ഗൗതം. ഇത് ഇത്തരക്കാരെ നമ്മൾ പോലീസ് നല്ലതാണെന്ന് പറഞ്ഞ് ഗൗതമിനോടാണ് എൻ്റെ മറുപടി. ഇത് ഗൗതം പോലീസിൽ ചില നല്ലവരുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് ആ നല്ലവരെയല്ല. പക്ഷേ ഇതുപോലുള്ള ആളുകൾ ഒരിക്കലും പാടില്ല. ഏതായാലും ശ്രീ രാജീവൻ്റെ വാക്കുകൾ അത് വളരെ വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം വലിയ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണുന്നു. എനിക്ക് തോന്നുന്നത് പോലീസിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഈ വിഷയം ഒന്നുകൂടി എടുത്ത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് എനിക്ക് പോലീസ് സേനയോട് അപേക്ഷിക്കാനുള്ളത്. അതായത് വളരെ നന്ദി രാജീവ്, ഇത് തങ്ങളുടെ അനുഭവം തെന്മലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഏതായാലും തിരുവനന്തപുരം റൂറലിലുള്ളവരും നമ്മുടെ തൃക്കരിപ്പൂരുള്ളവരും ഒന്ന് സൂക്ഷിക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇവരെ അതീവ ഗൗരവത്തോടെ തന്നെ കാണുന്നവരെ. അതെ ഇവര് ഇത്തരക്കാരെ ഒരിക്കലും അംഗീകരിക്കാൻ. ഓക്കെ, എൻ്റെ അടുത്ത പ്രേക്ഷകൻ ബാലകൃഷ്ണൻ വടകര. ശ്രീ ബാലകൃഷ്ണൻ വടകരയും പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായോ ബാലകൃഷ്ണൻ വടകര? നമസ്കാരം. ഇന്നത്തെ വിഷയം എന്താണ്? ക്ഷമിക്കണം സാർ, ഞാൻ പുറത്താണ്. എന്നാൽ അങ്ങ് അതൊന്ന് നോക്കിയിട്ട് വരും, ഞാൻ അപ്പോഴേക്കും അങ്ങയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ എന്നോട് അമൽ ചേർന്നിട്ടുണ്ട്, ഹായ് എന്ന് എന്നോട് പറയുന്നുണ്ട് അമൽ. ഓക്കെ, അപ്പം ശോഭ കെ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശോഭ കെ നമ്മുടെ നേരത്തെ ലളിത വിളിച്ചല്ലോ. അപ്പോൾ ലളിത ചേച്ചിക്ക് വലിയ ഒരു തംസപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയെ വിമർശിച്ചതുകൊണ്ടാണ്. പക്ഷേ സഭ്യമായി വിമർശിക്കണമെന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ശോഭയും അത് അംഗീകരിക്കണം. ഓക്കെ, ശോഭയുടെ വിമർശനം കറക്റ്റ്, സഭ്യമാണ്. സുനിൽകുമാർ പറയും 140 മുകളിൽ പോലീസുകാരെ പിരിച്ചുവിട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് വിവരാവകാശം വെച്ച് 20 താഴെയാണ്. അപ്പോഴാരാണ് നുണയൻ എന്നെന്നോട് ചോദിക്കും. കേരളത്തിലെ പോലീസ് വളരെ നല്ലവരാണ്, പക്ഷേ കള്ളന്മാരുടെയും ക്രിമിനലുകളുടെയും കയ്യിൽ അകപ്പെട്ടു പോയെന്ന്. നല്ലവരെങ്ങനെയാണ് കള്ളന്മാരുടെ ക്രിമിനലുകളുടെയും കയ്യിൽ അകപ്പെടുക? നല്ലവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊരു അസാധ്യമായ വിൽ പവറിനെയാണ്. ഒരു നാടകമാണ് തട്ടിപ്പ് ഷാഫിയുടേതെന്ന് പറയുന്നു ഗൗതം. ഓക്കെ, ഒരു നല്ല സേനയായിരുന്നു, പരമ കൊള്ളക്കാരായി പോയി എന്നൊക്കെയാണ് ഇപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്യുന്നത്. ബാബുമോൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ കമാൻഡർ മാത്യു വരുന്നുണ്ട്. കമാൻഡർ മാത്യു,
കമാൻഡർ മാത്യു. പറഞ്ഞോളൂ. യെസ്, അപ്പോൾ ഇതിപ്പോൾ ഒരു പേരാമ്പ്രയിലെ CKG ഗവൺമെൻറ് കോളേജിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ പോലീസ് ഷാഫി അടിച്ചത് നോക്കിയപ്പോൾ പിരിച്ചുവിട്ടയാളാണ്. പക്ഷേ ഈ പിരിച്ചുവിട്ടു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നതല്ലാതെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടുന്നത് ആഭ്യന്തര വകുപ്പ് മരവിച്ചു എന്ന വാർത്ത ഓഗസ്റ്റ് 8 ഞാൻ വായിച്ചു. അതിൻ്റെ ഒരു പകർപ്പ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. 59 ഉദ്യോഗസ്ഥരെ ക്കെതിരെയുള്ള നടപടികളെല്ലാം അവസാനിപ്പിച്ചു. അപ്പോൾ പക്ഷേ എന്നിട്ട് സെപ്റ്റംബർ 25 ദേശാഭിമാനിയിൽ പറയുന്നത് 114 പേരെ പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയുടെ കാര്യം അവർ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. ഒരു DYSP, ഒരു ഇൻസ്പെക്ടർ, 6 SIമാർ, 16 SIമാർ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത് എറണാകുളം ജില്ലയിലാണ് 23, കണ്ണൂരിൽ 22 എന്നൊക്കെയുള്ള കണക്കും ദേശാഭിമാനി അന്ന് നൽകിയിരുന്നു. അപ്പോൾ ഇതൊക്കെ പിരിച്ചുവിട്ടവരൊക്കെ പിറ്റേ ദിവസം തന്നെ വന്ന് തിരിച്ചു ചേരുകയാണ് അല്ലേ? അതെ, അത് മനു, എനിക്ക് തോന്നുന്നതേ ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് ഞാനും വായിച്ചതാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അത്യധികമായ ഒരു രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. കാര്യം ഒരുപക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് അറിയണമെന്നില്ല ഈ പിരിച്ചുവിട്ടവരൊക്കെ സേനയിൽ നിന്ന് പുറത്ത് പോയോന്ന്. കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഈ പോലീസ് സംവിധാനത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനം ഇപ്പൊ നടക്കുന്നുണ്ട്. അത് ഹൈ ലെവലിൽ തന്നെ നടക്കുന്ന സംഭവമാണ്. കാര്യം ഈ സ്റ്റേഷനുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിലര് പർട്ടിക്കുലറായിട്ട് ചിലവർ ഇതിനകത്ത് കയറിയിട്ട് ഷാബിയെ പോലുള്ളവരെ അടിക്കുക, ഉപദ്രവിക്കുക, നെറികേട്. ഞങ്ങളുടെ ഇവിടെ ക്രൈമൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അപ്പോൾ VV വിനോദ്. അപ്പോൾ വിനോദിനോട് ചോദിച്ചത് എന്താ വിനോദ് എന്നോട് പറയുന്നത്, ഇത് DGPക്കൊക്കെ വേണമെങ്കിൽ ഇത്തരം ഉത്തരവൊക്കെ മരവിപ്പിച്ചു കൊടുത്ത് ഇവരെ തിരിച്ചു കയറ്റാം, അങ്ങനെയൊക്കെ നിയമമുണ്ട്. അത് അങ്ങനെയാ കറക്റ്റാ. കാര്യം ഇത് നമ്മളൊക്കെ ഇവരെ ഓർക്കുന്നില്ല. നമ്മൾക്ക് ജോലി ചെയ്യുമ്പോൾ ഇയർലി ഒരു പെർഫോമൻസ് ഒക്കെ നമ്മളെ പറ്റി എഴുതത്തില്ല. പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് എന്ത് മലയാളത്തിലൂടെ പറയുന്ന അറിയില്ല. ഒരു പെർഫോമൻസ് നമ്മളെ പറ്റി എടുക്കും. അപ്പം കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണോ? കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മനു, കേരളത്തിൽ എന്തോ ഒരു മൂല്യച്ചതി വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ DGPമാര് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിന്റെ പുറത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ ഈ മനുവിന്റെ തന്നെ ഇന്നത്തെ സംഭവം ഇന്നലത്തെ ഞാൻ ഓർത്തപ്പോ ഈ നമ്മുടെ ചാനലിൽ വന്നേ അപ്പൊ ഈ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട കേസ് വന്നപ്പോ ഞാൻ ആലോചിച്ചത്, നമ്മുടെ ഈ പോലീസുകാർക്ക് കഴിഞ്ഞ ഒരു 10 വർഷം ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുന്നില്ല. കാരണം ഇവർക്ക് ട്രെയിനിങ്ങോ ഒക്കെ അത്യാവശ്യമാണ്. ഈ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ട്രെയിനിങ് ആവശ്യമാണ്. കാര്യം അത് വളരെ ഞാൻ എല്ലാവർക്കും എല്ലാ മേഖലയും പോലീസിന് മാത്രമേ ഞങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പുതിയ സംവിധാനങ്ങൾ, പുതിയ ആശയങ്ങൾ, അപ്പോൾ പോലീസ് ഇപ്പോൾ പലർക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. അതെ, അപ്പൊ അത് അവർക്ക് തന്നെ കുറച്ച് ക്ലാസ് എടുക്കണമെന്നാണ് പറയുന്നത്. അവർക്ക് ട്രെയിനിങ് അത്യാവശ്യം മനു. കാര്യം ഇവർക്ക് ട്രെയിനിങ് എടുത്തില്ലെങ്കിൽ ഇവര് ഈ നില മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇവർക്ക് കാണുന്നവരെ എപ്പം തന്നെ ആ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലയോ, തെന്മലക്കാരൻ മനുഷ്യൻ പറഞ്ഞില്ലയോ, അവന് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് എങ്ങനെ കയറി ചെല്ലാൻ പറ്റും? ചിന്തിച്ചു നോക്ക്. ഇപ്പൊ മനുവിൻ നമ്മുടെ പൊതുവേദി കേൾക്കുന്ന ഒരു 50 പേര് ഇപ്പൊ പേടിച്ച് മാറിയിട്ടുണ്ടോ ഈ സംഭവം കേട്ടിട്ട്? അവര് പറയും ഞാൻ പോയില്ലെന്ന് പറയും. ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെ ഞാൻ നാട്ടിൽ ചിലപ്പോൾ പിള്ളേർ പറയും, അച്ഛാ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൂടെ വരാൻ പറ്റുമോ? എന്തുവാ അത് എന്റെ ഇതില്ല, പോലീസ് ഇങ്ങനെ പിടിച്ചു, അങ്ങോട്ട് എല്ലാം അടി വെച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞു, രാവിലെ വരാൻ പറഞ്ഞു, വൈകിട്ട് വരാൻ പറഞ്ഞു. പിള്ളേരെ തന്നെ പേടിപ്പിക്കുക. പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു പേടി സ്വപ്നമായിട്ട് നമ്മളിപ്പോ മാറുവാണ്. കേരളത്തിലെ മാതൃകാ പോലീസ് സ്റ്റേഷൻ അല്ലേ, ജനമൈത്രി എന്നാണ് പേര്. പക്ഷേ ഇങ്ങനെയുള്ള ചില ആളുകളും അവിടെ ഉണ്ട്. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ കമാൻഡർ മാത്യു. എനിക്കിന്ന് കുറേ ആളുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബാബുമോൻ പറയുന്നത് സസ്പെൻഷന്മാർ ഡിസ്മിസ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സമുന്നയെ അപ്പം നമ്മുടെ പൊതുവേദിയിലൊപ്പം ചേർന്ന് സമുന്നയ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ പല ഉന്നതന്മാരും കള്ളം പറയാൻ വേണ്ടിയാണ് വാ തുറക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം രാധാകൃഷ്ണൻ വൈറ്റിലയിലുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ, നമുക്ക് കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ പറയും പോലീസ് നന്നായാൽ നാട് നന്നാവും, പോലീസ് മോശമായാൽ നാട് നശിക്കും. ഇതിപ്പോ പറഞ്ഞു വിട്ടുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പറയണ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ്. കാരണം മുഖ്യമന്ത്രി 154 വരെ പറഞ്ഞ് പിരിച്ചുവിട്ടെന്ന് പറയുന്നു. പക്ഷെ അവരൊക്കെ പിൻവാതിലൂടെ കയറിയിട്ടുമുണ്ട്. അപ്പൊ ഇതിനകത്ത് കയറും വരുന്നതൊക്കെ ക്രിമിനൽ. ഇപ്പൊ ഈ പോലീസിൽ അച്ചടക്കം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം അവരെന്ത് ചെയ്താലും അവർക്ക് പേടിക്കണ്ട. കാരണം അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. കാരണം പോലീസിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരും ഉണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് കുറച്ചധികം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ മുഹമ്മദ്, എന്തൊക്കെയാണിത്? മനുഷ്യനെ പിടിച്ച് പട്ടിയെ പോലെ കെട്ടിയിടുക, അടിക്കുക, ജാതി അധിക്ഷേപം നടത്തുക, ഇങ്ങനെ ആളുകൾ എന്നിട്ട് സുഖമായി വിഹരിക്കുക. ഈ നാട്ടിലൊരു സർക്കാർ ഉണ്ടോ? മുഹമ്മദ് മഞ്ചേരി CPM കാരനാണല്ലോ, ഞാൻ ചോദിക്കുക. നമസ്കാരം. പെട്ടെന്ന് സമയം കഴിഞ്ഞു. പോലീസിനെ പറ്റി പറഞ്ഞു.
കുറെ ആൾക്കാർ പറഞ്ഞു നീതിപ്പണം കൊടുത്താണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ സാറും മറിച്ചാണെന്ന് പറഞ്ഞത്. നീതിപ്പണം നമ്മുടെ ആണല്ലോ, ശ്രീ മുഹമ്മദ് മഞ്ചേരി കൊടുക്കുന്ന നീതിപ്പണമാണ്. ഈ പാവപ്പെട്ട ആളെ കെട്ടിയിടാനുള്ളവനൊക്കെ ശമ്പളമായി കൊടുക്കും. ഒരു വർത്തമാനം പറഞ്ഞുതരാം. ഇതിലേറെ വലിയ ആൾക്കാർ ഇപ്പൊ ഈ ആളെ പുഷ്പൻ മരിച്ചു, പിന്നെ മറ്റേ ബീച്ചരവാരിയുടെ മകൻ മരിച്ചു. ഇതൊക്കെ പോലീസിനെ കൊണ്ടുണ്ടായത് തന്നെ എന്നുള്ള ഞാൻ ഈ കൂടെ വേറൊരു സമയത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം എനിക്ക് ഇതാണ് ശ്രീ മുഹമ്മദിന്റെ ഇരട്ടത്താപ്പ് നയമാണ്. അങ്ങനെ നിങ്ങൾ വലിയ കുറ്റപ്പെടുത്തിയ ആളെ നിങ്ങൾ തന്നെ DGP ആക്കി നിയമിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാ ഇപ്പൊ പറയാം അന്ന് അദ്ദേഹത്തിന് പ്രതിയായിരുന്നില്ല. എത്ര കാലം ഇപ്പൊ കേരളത്തിലെ DGPക്ക് അല്ല ഈ അങ്ങ് അതിനൊരു മറുപടി പറഞ്ഞു. കേരളത്തിലെ DGPക്ക് ആ കേസിൽ അന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയിരുന്നോ? ഇന്ന് അയാളെ DGP ആക്കുമ്പോൾ നിങ്ങൾ ആ കുറ്റം അത് അദ്ദേഹമല്ല എന്ന് മാറ്റിയും പറഞ്ഞു. അപ്പോൾ തരാതരം പോലെ മാറ്റി പറയരുത്. അതൊക്കെ അതിനൊരു അന്ന് നടന്ന ഒരു അക്രമത്തിന് ഇന്ന് ഒരു പ്രതികാരം ചെയ്യുക ആണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ടാക്സി ഡ്രൈവറെ അന്ന് പുഷ്പനെ അന്ന് പോലീസുകാർ ആക്രമിച്ചതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഈ പാവപ്പെട്ട ടാക്സി ഡ്രൈവറെ കെട്ടിയിടുകയും ജാതി അധിക്ഷേപം നടത്തുകയും നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് പറയാം പുഷ്പനെ കെട്ടിയിട്ടില്ല, അപ്പോൾ ഇത് കുഴപ്പമില്ലെന്ന് പറയും. ശ്രീ മുഹമ്മദ് മഞ്ചേരി വളരെ സീനിയറായ ഒരു പൊതുവേദിയുടെ പ്രവർത്തകൻ. അങ്ങ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു പരിധി വേണ്ട. എല്ലാം ഇങ്ങനെ പണ്ടാരോ ഇതിനേക്കാൾ ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയും. ഇത് ഒരു കഥയുണ്ട് നാട്ടിലെ. ഒരു തോണിക്കാരനായ അച്ഛനെക്കുറിച്ച് നാട്ടിൽ മുഴുവൻ മോശപ്പേരായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ നീ എൻ്റെ പേര് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മകൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തോണി സാധാരണ കടവിനടുത്ത് നിർത്തുന്നതിന് കുറേ കൂടെ അപ്പുറത്ത് നിർത്തും. അപ്പോൾ ആ അച്ഛൻ മോശക്കാരനായിരുന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇത് ഇവൻ കുറേ കൂടെ മോശക്കാരനാണ്, അച്ഛൻ ഇതിലും ഭേദം. അങ്ങനെയാണോ വേണ്ടത്? ശരി, പ്രദീപ് തൃശ്ശൂരിൽ നിന്ന്. ഇതൊന്നും ശരിയല്ല മുഹമ്മദ് മഞ്ചേരി, അങ്ങയുടെ പാർട്ടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതൊന്നും ശരിയല്ല. പ്രദീപ് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. പ്രദീപ് നമസ്കാരം, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിലൊരു വലിയ പ്രശ്നം, ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ ഇൻ റാങ്ക് ഓഫ് പേഴ്സൺ എംപ്ലോയിഡ് ഇൻ സിവിൽ കപ്പാസിറ്റീസ് അണ്ടർ യൂണിയൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് വിവരിക്കുന്നത് ആർട്ടിക്കിൾ 311 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ഇതിൻ്റെ ഒരു ബലത്തിലാണോ ഇവർ? ഭരണഘടനയുടെ ഒരു ബലമുണ്ട് ഇവർക്ക്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ. അവരെ പെട്ടെന്ന് അങ്ങനെ വിരിച്ചുവിടാൻ പറ്റില്ല, അതിൽ ചില നടപടിക്രമങ്ങളുണ്ട്. ഇത് നടപ്പിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞാണ് പിന്നെയും പല ആളുകളും വരുന്നത്. ഇത് മാറ്റേണ്ട സമയമായോ? സാറ് പറയുന്നതൊക്കെ ഞാൻ വിശദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറയുന്നത് ഇപ്പോ പോലീസിന് ഇപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം അവരിപ്പോ പല കാര്യങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് ആക്ഷൻ എടുക്കാനായിട്ട്. ഇനി വരുന്ന ഭാവി തലമുറയുടെ കുട്ടികളെ തന്നെ ഇനി വല്ല കഞ്ചാവ് കേസോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോലീസിന് ഇനി പേടിയായിരിക്കും. ഞാനിത് നേരിട്ട് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പിടിക്കുന്ന NDPS കേസുകൾ കാര്യങ്ങളൊക്കെ പോലീസ് പേരിന് മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അവർക്കത് ഇൻവോൾവ് ചെയ്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ പോലീസ് നേരിടുന്നുണ്ടോ? ഇൻവോൾവ് ചെയ്ത് ഇറങ്ങാൻ ഇങ്ങനെ പറഞ്ഞ വേറൊരാളിപ്പോ കഴിഞ്ഞിടയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഏത് ഒരു കള്ളനെ ഇൻസ്പെക്ടർ ബൽറാമിൽ മമ്മൂട്ടി മീശയൊക്കെ പിരിച്ചു വെച്ചിട്ട് ഒരു കള്ളന് ബിരിയാണി വാങ്ങിച്ചിട്ട് നീയാണോ മോഷ്ടിച്ചതെന്ന് ചോദിക്കുന്നു, ഇടിക്കുന്നു. എന്നിട്ട് ആ കഥയൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഇതേ ഇൻസ്പെക്ടർ ബൽറാമിന് എൻ്റെ കയ്യിൽ ഒരു അരമണിക്കൂർ ഇടിക്കാനായിട്ട് തന്ന അയാളാണ് മോഷ്ടാവെന്ന് എനിക്ക് പറയിക്കാൻ കഴിയും. അതിപ്പോൾ ആർക്കാ? എൻ്റെ കയ്യിൽ അങ്ങേ ഒരു അരമണിക്കൂർ തന്നിട്ട് ഇവരെ ഇടിച്ച് പറയിക്കാൻ കഴിഞ്ഞാൽ അങ്ങേക്കും പറയിപ്പിക്കാൻ കഴിയും. അതിലൊരു മിടുക്കില്ല. അതിന്നിട്ട് വലിയ ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ കഴിയുമെന്നല്ല. അവിടെയാണ് പോലീസിൻ്റെ ഒരു മിടുക്ക് നമ്മൾ കാണേണ്ടത്. അതിനാണ് അവർക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്. പോലീസിന് അങ്ങ് ഭയമാണത്രേ. അങ്ങ് ഒന്നൊരു പൊതുനിരത്തിലെങ്കിൽ ഒന്ന് സിഗരറ്റ് വലിച്ചു നോക്കിയേ, പോലീസ് വന്ന് പിടിക്കോ ഇല്ലയോ എന്നൊന്നും അങ്ങേക്ക് അറിയാലോ. ഇത്രയും ഭയമുള്ള പോലീസാണ്. ഒരു 2 വീലറിലോ ഹെൽമെറ്റ് ഇല്ലാതെ പോയി നോക്കിയേ, വന്ന് പിടിക്കും. അങ്ങ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം ചെയ്ത് നോക്കിയേ, പിടിക്കും. പോലീസിന് ഒരു പേടിയുമില്ല. അങ്ങനെ പേടിച്ച് വരച്ച് എന്തിനെങ്കിലും ഇടപെടാൻ അങ്ങനെ ഭയപ്പെട്ടോടുകൂടി നിൽക്കുകയാണ് പോലീസ്. സാറ് പറയുന്ന സമയം ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. സാറ് പറയുന്നതെല്ലാം അതും ഞാൻ ചോദിക്കുന്നത്, ഒരു ക്രിമിനലായ ഒരു മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ന്യായം എനിക്ക് കേട്ടിട്ട് അങ്ങ് അല്ലല്ല. പോലീസിൽ ചെയ്യുന്ന ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെ കൃത്യമായ രീതിയിൽ നടപടിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വരും തലമുറ അപകടാവസ്ഥയിലാണെന്നുള്ള കാര്യം കൂടെ എല്ലാം അതൊക്കെ മയക്കുമരുന്നിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു സംഭവം എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു സംഭവം, ഞാൻ തന്നെ അന്ന് അവിടെ ജോലി ചെയ്യുന്ന കണ്ണൂരിൽ ജോലി ചെയ്യുന്നൊരു സമയത്താണ്. അവിടെ ഒരു തെറ്റിദ്ധാരണാജനകമായൊരു വാർത്ത ഇതുപോലൊരു ഉദ്യോഗസ്ഥനെതിരെ വന്നു. അദ്ദേഹം ഒരു 2 സ്ത്രീകളെ ഒരു മദ്യപാനിയായ പോക്സോ കേസിലെ പ്രതി അസഭ്യം കാണിച്ചപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് മാറ്റുമ്പോഴൊക്കെ ആ വീഡിയോ വേറൊരാൾ എടുത്ത് അത് അയാൾ പ്രചരിപ്പിച്ചു, അങ്ങനെ കൊടുത്തു.
പക്ഷേ സത്യാവസ്ഥ ഇതാണ് എന്ന് മനസ്സിലായ അടുത്ത നിമിഷം മുതൽ കേരളം ആ പോലീസുകാരനൊപ്പം നിന്നു. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ നടപടി നേരിട്ടെങ്കിലും പിന്നീട് ആ സത്യസന്ധമായ കാര്യം തന്നെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസിന് തെറ്റുപോയി അല്ലെങ്കിൽ പോലീസിൻ്റെ പുറത്ത് എന്തെങ്കിലും തരത്തിൽ കുതിര കയറാനുള്ള ശ്രമത്തെ ജനം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല, ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ടാക്സി ഡ്രൈവറെ പിടിച്ച് കെട്ടിയിടാൻ മാത്രം എന്താ അയാൾ കുറ്റവാളിയാണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ പോലീസിന് എന്താ നടപടി ഉണ്ടാകാത്തത്? ഇയാൾ ഇപ്പൊ പിന്നെ ഈ സർവീസിൽ എങ്ങനെ തുടരുന്നു? സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുക പട്ടികൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഒരു ടാക്സി ഡ്രൈവറെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കെട്ടിയിടുന്നത് അതിക്രൂരമാണെന്ന് കോടതി പറഞ്ഞെന്നാണ് അയാൾ എന്നോട് പറയുന്നത്. കൃത്യമായി അപലപിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപലപിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഉദ്യോഗസ്ഥന് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ സർവീസിൽ നിന്ന് തൽക്കാലം പാടില്ല. അയാൾ അവിടെ എങ്ങനെ കയറിക്കൂടിയത് എങ്ങനെയാ? ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഈ സർവീസിൽ വെച്ചിരുത്താൻ പറ്റും? ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ ഇത് ഞാൻ കുറേ പേരുടെയൊക്കെ കണക്കൊക്കെ എടുത്തു നോക്കി. ഒരു സുനു എന്നും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, സുനു ദളിത് യുവതിയെ പീഡിപ്പിക്കുക. കേസ് പേര് PR സുനു, ഇൻസ്പെക്ടർ, ബേപ്പൂർ കോസ്റ്റൽ പോലീസ്. സ്ത്രീധന പീഡന കേസിൽ ജയിൽവാസം. എങ്ങനെയാ പോലീസിന്റെ മിടുക്ക? ഗുരുതരമായ സ്വഭാവം തിരിച്ചുവിട്ടു. ഷെറി എസ് രാജ്, ക്യാമ്പിലെ ഡ്രൈവർ, ലൈംഗിക പീഡന കേസിൽ വയോധികയെ മർദ്ദിക്കുക. ഒരു പോലീസുകാരൻ ചെയ്യുന്ന പണിയാണ്. റെജി ഡേവിഡ്, സിവിൽ പോലീസ് ഓഫീസർ, താലൂക്ക് തിരുവനന്തപുരം ട്രാഫിക്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന കേസിൽ പ്രതി. റൗഡി ലിസ്റ്റിൽ ഭാര്യയുമായുള്ള ആളുമായി സൗഹൃദം പാലിച്ച ഒരു ദിവസമാണ്. ഞാൻ പിന്നെ ആ പേരൊന്നും വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിരിച്ചുവിട്ടു അവരുടെ. പിന്നെ വേറെ ഒരാളുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ കഥാനായകൻ അഭിലാഷ് ഡേവിഡ്, ഇൻസ്പെക്ടർ റെയിൽവേ. ശ്രീകാര്യം റെയിൽവേ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായിരുന്നപ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി. ഗുണ്ടാബന്ധം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത. അപ്പോൾ ഞാനിത് മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഇവർ എന്താ ചെയ്തതെന്നറിയാമോ? ഗുണ്ടകളെ തലസ്ഥാനത്ത് പ്രധാന ഗുണ്ടകളായ രണ്ടുപേർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ട്. ഈ തർക്കം പരിഹരിക്കാൻ പോകുന്നത് ആരാന്നറിയാമോ? 2 DYSPമാരാണ്. ഇത് കേരളത്തിൽ നടക്കുകയാണ്, 2 DYSPമാർ. കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ആരാന്നറിയാമോ? അപ്പോൾ ഇത് മുമ്പ് വന്ന റിപ്പോർട്ടാണ്, 2023. കേൾക്കുന്നേ, അങ്ങ് അസ്വസ്ഥപ്പെടുന്നു വേണ്ട. ജനുവരി 21 വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ റെയിൽവേ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് ഇടനിലക്കാരൻ. 2 ഗുണ്ടകൾ അവിടെ അടികൂടുക. ആ ഗുണ്ടകൾ തമ്മിലുള്ള ഇതൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്, ഡോൺ പോലത്തെ സിനിമകളിൽ. എന്നിട്ട് അത് പരിഹരിക്കാൻ 2 ഉദ്യോഗസ്ഥർ പോവുക. അതിന് ഇടനിലക്കാരനായിട്ടുള്ളത് റെയിൽവേ ഇൻസ്പെക്ടർ. അപ്പോൾ ഇവര് ഇവിടുത്തെ നിത്യ സന്ദർശകരാണെന്നാണ് പറയുന്നത് ഗുണ്ടകളുടെ വീട്ടിൽ. ഇങ്ങനെയുള്ള ഒരുത്തരെ ഈ കേരളത്തിൽ പോലീസിന് കുപ്പായമിട്ട് ഇതുപോലെ തെരുവിലിറങ്ങാൻ സമ്മതിച്ചത് ആരാണ്? എന്താണ് അതിന്റെ ഒരു ന്യായീകരണം? ഇവൻ എങ്ങനെ ഇത്തരം ആളുകൾ എങ്ങനെ പോലീസിൽ തുടരുന്നു? എനിക്ക് പറയാൻ അവസരം തരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതാ ചോദിക്കുന്നത്. അങ്ങ് ഇത് പോലീസ് ഭയങ്കര പേടിച്ച് വരത്തിരിക്കുകയെന്നാ പറയുന്നത്. ആ പേടിച്ച് വരച്ചിരിക്കുന്നവരുടെ കാര്യം പറ. അതുകൊണ്ടായിരിക്കും ഈ ഗുണ്ടകളുടെ സംരക്ഷണം പോയി തേടുന്നത്. ഗുണ്ടകൾ വളരാൻ കാരണം ഒരു തരത്തിൽ അതാണ്, പോലീസിന്റെ കൃത്യമായ ശക്തമായ ആക്ഷൻ ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ 2 ഗുണ്ടകൾ തമ്മിൽ തെറ്റിയപ്പോ പോലീസ് പ്രശ്നപരിഹാരത്തിന് ചെന്നിരിക്കുക. 2 DYSPമാർ. 2023 കഥ അധികം പഴക്കമൊന്നുമില്ല. എന്നിട്ട് അതിന് നടുവിൽ പോയ ആളാ ഇപ്പൊ ഈ കേസ് ഇപ്പൊ നമ്മൾ പറയുന്ന അതിന് നടുവിൽ നിന്ന ആളാരാന്നറിയുമോ? ഇപ്പൊ പറയുന്ന അഭിലാഷ് ഡേവിഡാ. എന്നിട്ട് അങ്ങ് പറയാ പേടിയാ, പോലീസിന് ഭയങ്കര പേടിച്ച് വരത്തിരിക്കുകയല്ലേ. സാർ ഒരു കാര്യം കൂടെ പോലീസ് സ്റ്റേഷനിൽ 54 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുപോലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേറെ ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഇപ്പൊ ഇത്രയും ക്യാമറയിലെ ചില ദൃശ്യങ്ങൾ പുറത്ത് വന്നപ്പോഴാണ് ഇപ്പൊ കഥയൊക്കെ കുറെ കൂടെ ബാക്കിയും കൂടെ RTI കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് RTI കൊടുക്കുമ്പോ ഒന്ന് എടുത്ത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. അപ്പൊ കാണാം ഇൻസ്റ്റാൾ ചെയ്തതിന്റെ കഥയൊക്കെ. അതെ, ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലെ കള്ളന്മാരും ഭയങ്കരമായ കുറ്റവാളികളെ പോലീസ് അടിച്ചിട്ടുണ്ടോ? ഈ അടിക്കുന്നത് ആരാ? വഴിയിൽ എന്തെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന ആളുകളല്ലേ? ഈ ഗോവിന്ദചാമിയെ പോലീസ് തല്ലിയിട്ടുണ്ടോ? ഉണ്ടോ? പോലീസ് തല്ലിയിട്ടുണ്ടോ? ജയിലും ചാടിയല്ലോ, പോലീസ് തല്ലിയോ? അങ്ങനെ തല്ലി അവശനായ ആശുപത്രിയിലായോ? ഞാൻ കണ്ടില്ല. ഈ പൗഡറിട്ട് കുട്ടപ്പനായി നടക്കുന്ന ഈ ഗോവിന്ദസ്വാമിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ശരി, എനിക്കിത് ഇത് പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. കേരളം ഇത് മാറി ചിന്തിക്കുന്നുവെന്ന് എനിക്ക് പറയാനുള്ളൂ. ശ്രീനിവാസൻ എന്നോടൊപ്പം ചേർന്ന് തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ, പോലീസിന് പേടിയാണോ ശ്രീനിവാസൻ? എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ പ്രശ്നമാകും, അതുകൊണ്ട് അവരിങ്ങനെ ഭയന്ന് വിറച്ച് ജീവിക്കുകയാണോ നാട്ടിൽ? അവർക്കൊരു ഭയമില്ല. ഇതെല്ലാം ഗുണ്ടായുസം തന്നെ. മനസ്സിലായിട്ടില്ല.
ഒരു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ഡിസ്മിസ് ചെയ്ത ആൾക്കാർ വീണ്ടും പത്രക്കാരെ വിളിച്ച് അവരെ പുറത്താക്കി ഇവരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ബലായി പറഞ്ഞിട്ട് പിന്നെ ഷാഫിയിലെ ഒരു സമ്മേളനത്തിന് തെരഞ്ഞു പിടിച്ചു വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അതുകൊണ്ടാണ് ഇവരെ ഒന്നും പിന്നെ പുറത്താക്കാത്തത്. കാരണം ഇത്തരം ആളുകളെ ചിലർക്ക് വേണം. ഇവർക്ക് വേണം. ഞാൻ പറഞ്ഞതല്ലോ, വടകരയിൽ ഇത് വെച്ചപ്പോ വടകരയിലേക്ക് മാറ്റി. സസ്പെൻഡ് ചെയ്ത ആൾക്കാരൊക്കെ എങ്ങനെ വന്നു? ഇതിപ്പോ ഇന്ന് ഞാൻ 12 മണിക്കുള്ള എനിക്കിന്ന് കൂടുതൽ പ്രേക്ഷകരോട് അങ്ങ് പറയുന്നത് വ്യക്തമാണ്. സ്കറിയ എന്നോടൊപ്പം ചേർന്ന് തൊടുപുഴ. സ്കറിയ ചുരുങ്ങിയ വാക്കുകൾ. ശ്രീ സ്കറിയ, സ്കറിയയ്ക്ക് ഫോണിൽ എന്തോ പറ്റി. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, തൊടുപുഴക്കാരനാണ്. അവിടെ റേഞ്ച് ഇല്ല, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊടുപുഴയല്ലല്ലോ, സ്കറിയ നമ്മുടെ ചെറുപുഴയല്ലേ? ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നു തൊടുപുഴ എന്ന് കണ്ടുകൊണ്ട് നോക്കി. ഓക്കെ, ബിനോയ് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ബിനോയ്, നമസ്കാരം മനുജി. എന്താണ് ഈ പോലീസ് ആകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്, അവർക്ക് പ്രവർത്തിക്കാനൊക്കെ ഭയമാണ് എന്നൊക്കെയാണ് ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എന്നോട് പറയുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇത് പോക്സോ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് പല ആളുകൾ. പിന്നെ സ്വഭാവ ദൂഷ്യം ഒരു കുറേ ഉണ്ട്. ഞാൻ എൻ്റെ പട്ടികയൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ പോലീസ് ആസ്ഥാനത്ത് ഇതൊന്നുമില്ല കേട്ടോ. അവിടെ പിരിച്ചുവിട്ടതിൻ്റെ രേഖയുമില്ല, തിരിച്ചെടുത്തതിൻ്റെ രേഖയുമില്ല, ഒന്നുമില്ലെന്നാണ് പറയുന്നത്. മനു, പോലീസ് വിറച്ചിരിക്കല്ല. ഈ നാടിന് പോലീസ് നല്ല ഉദ്യോഗസ്ഥരുണ്ട് അതിനകത്ത് കേട്ടോ. പക്ഷെ പോലീസ് എന്ന് കേൾക്കുമ്പോൾ നേരത്തെയൊക്കെ ആൾക്കാർക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റി ക്രിമിനലുകളുടെ ഒരു ആസ്ഥാനമായി മാറ്റിയിരിക്കുകയാണ് കേരള പോലീസ്. അപ്പൊ ഞാൻ പറയാം, മുഖ്യമന്ത്രി തന്നെ ഈ അടുത്ത ദിവസം പറഞ്ഞായിരുന്നു പോലീസിൽ 5% ക്രിമിനലുകളുണ്ടെന്ന്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, 62,000 പോലീസുകാരും പോലീസ് ബറ്റാലിയനും ഈ നമ്മളുടെ കേരളത്തിലുണ്ട്. 62,000ന്റെ 5% ഞാൻ പഠിച്ചിരിക്കുന്നത് 3,100 എന്നാ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ 144 എന്ന് പറയുന്ന പേരെ അങ്ങനെ പിരിച്ചുവിട്ടിട്ടില്ല. ഞാൻ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അവരുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ 118 പേർക്കെതിരെ അവരെ ആക്ഷൻ എടുത്ത് പിരിച്ചുവിട്ടുള്ളത്. അതങ്ങനെ നിൽക്കട്ടെ. ഔദ്യോഗിക കണക്കില്ല, രേഖയില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാ പറയുന്നത്. ഇപ്പൊ പിരിച്ചുവിട്ടെന്ന് പറയുന്ന ആള് ഇപ്പൊ കുപ്പായിട്ട് റോട്ടിലിറങ്ങി നിൽക്കുന്നത്. അല്ല മനു, കുപ്പായിട്ട് നിൽക്കുന്നത് ഈ 3,100 5% ക്രിമിനൽ ഉള്ള പോലീസിൽ 144 പേരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. പക്ഷെ കഴിഞ്ഞ 9.5 വർഷമായിട്ടാണ് കേരളത്തിൽ ഇത്രത്തോളം. അല്ലാതെ അങ്ങ് എന്തിനാ അംഗീകരിക്കുന്നതെന്ന് അറിയില്ല. ഇത് ലോകത്ത് അതിനൊരു തെളിവുമില്ല. പോലീസ് ആസ്ഥാനത്ത് തെളിവില്ല, വിവരാവകാശ രേഖ കൊടുത്തപ്പോൾ അതിന് തെളിവില്ല. ഈ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സർവീസിൽ ഉണ്ടെന്നുള്ള തെളിവ് വരും. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമായതുകൊണ്ട് പ്രവീണ ഇടവേളയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് സദാശിവൻ നായർ പറയുന്നത്, ഞാൻ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എത്ര ശ്രമിച്ചിട്ടും ഫോൺ കണക്ഷൻ കിട്ടുന്നില്ല, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അത് നമുക്ക് കുറേ പേര് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, ഫോൺ കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ഇതുണ്ട്, ദീപുവിന് കിട്ടുന്നുണ്ട്, കൃഷ്ണൻകുട്ടിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. എന്താണ് അപ്പോൾ അവർ ദീപു ശ്രമിച്ചിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഞങ്ങളായിട്ടൊരു ഇത് കൊടുക്കുന്നില്ല. അദ്ദേഹം ശ്രമിക്കും, ഇവിടെ കണക്റ്റായാൽ കിട്ടും, അങ്ങനെയുള്ളൂ. ഏതായാലും ഞാനിതൊന്ന് പരിഹരിക്കാനുള്ളൊരു വഴി ഒന്ന് ആലോചിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു നമ്പർ തന്നിട്ട് സ്ഥിരമായി വിളിച്ചിട്ട് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു കോൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കാം. നോക്കാം, അതൊക്കെ ഒരുപാട് ആൾ ഇൻവോൾവ് ആകും, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് രക്ഷാപ്രവർത്തനമെന്നാണ് പറയുന്നത് സുനിൽ കുമാർ. കൊള്ളാം. അപ്പോൾ ഗൗതം പറയുന്നത്, പോലീസ് കോൺഗ്രസിൻ്റെ കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ ഒക്കെ പറയുകയാണ്, ഭരണകാലത്തുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യാം. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായ മോശം സംഭവങ്ങളുണ്ടായി എന്നാണല്ലോ ഗൗതം പറയുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 9 വർഷം കഴിഞ്ഞല്ലോ. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായ തെറ്റുകൾ തിരുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലേ? അന്ന് എന്തെങ്കിലും മോശം പ്രവൃത്തിയിൽ ഏർപ്പെട്ട എത്ര പോലീസുകാർക്കെതിരെ ഈ സർക്കാർ നടപടിയെടുത്തു? അന്ന് തെറ്റ് ചെയ്ത എത്ര ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ പുറത്താക്കി? അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് അന്ന് പോലീസ് നടത്തിയ നരനായാട്ടിലോ അക്രമങ്ങളിലോ ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? ആ വിഷയത്തിൽ ശക്തമായൊരു നടപടി എടുക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം അവരെ വെല്ലാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്ന് നോക്കുകയാണോ വേണ്ടത്?
എന്നിട്ട് അതിന് ഒരു ന്യായീകരണമായി പഴയ കാര്യം പറയാം. പഴയ കാര്യം ഞങ്ങളിതാ തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നിടത്തല്ലേ ആത്മാഭിമാനം വേണ്ടത്? ഇത് നിങ്ങൾക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന അടുത്ത സർക്കാരുകൾ, ഈ കോൺഗ്രസ് ആയാലും ഇതേ സർക്കാർ തന്നെ ആയാലും, കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നടപടിയാണ് പുതിയൊരു സർക്കാർ എല്ലാ ഘട്ടത്തിലും എടുക്കേണ്ടത്. അങ്ങനെ എത്ര പേരെ പുറത്താക്കിയെന്ന് ഗൗതമിന് പറയാമോ? ഗൗതം എന്നോട് പറഞ്ഞല്ലോ കഴിഞ്ഞ സർക്കാരിനെ ചർച്ച ചെയ്യാൻ. ഞാൻ ചർച്ച ചെയ്യാം. അങ്ങ് ആ കഴിഞ്ഞ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ കാലത്ത് തെറ്റായ നീക്കങ്ങൾ നടത്തിയ എത്ര ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ പുറത്താക്കി, എത്ര പേർക്കെതിരെ നടപടിയെടുത്തു, ഒന്ന് അങ്ങൊരു വിവരാവകാശ രേഖ കൊടുത്തിട്ട് എനിക്ക് അയച്ചതാ. അങ്ങ് പറയുന്ന വാർത്ത ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, രഞ്ജിത്ത് വടകരയിൽ നിന്ന് ചേരുന്നു. ശ്രീ രഞ്ജിത്ത്. രഞ്ജിത്ത്, അങ്ങ് വടകരക്കാരനാണ്. അതെ. അങ്ങയുടെ MP ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണവുമായി വരുന്നത്. ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? ആരോപണമല്ലല്ലോ സാർ, അത് നമ്മളെല്ലാം കണ്ണിന്റെ വിഷയിൽ കാണുന്നതല്ലേ. എനിക്ക് പറയാനുള്ളത് തികഞ്ഞ പരാജയമായി ഈ ആഭ്യന്തര വകുപ്പ്, തികഞ്ഞ പരാജയം. എന്നാ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അദ്ദേഹത്തിന് ഭരണം കിട്ടിയപ്പോ പോലീസുകാരൊക്കെ നന്നായോ? നമ്മളെ വിഷയിൽ ഒരു MP ആണ് തെരഞ്ഞു പിടിച്ചടിക്കുന്നത്. അതും അഭിലാഷ് ഡേവിഡ്, ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്നു. ഈ പുറത്താക്കിയ ആളൊക്കെ ഇങ്ങനെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ വന്നു കയറുന്നത്? വെറുതെ പുറത്താക്കിയല്ല കേട്ടോ, രണ്ട് ഗുണ്ടകൾ തമ്മിൽ ഒരു സാമ്പത്തിക തർക്കമുണ്ടായി. അപ്പൊ അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ആളാണ്. ഭയങ്കര സേവനമാണ് നാട്ടിൽ നൽകി. ഭയങ്കര സേവനമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭയങ്കര ഒരു MP തെരഞ്ഞ് ഇയാൾ അടിക്കണമെങ്കിൽ ഈ സാധാരണ ഇദ്ദേഹത്തിന്റെ ശേഷമുള്ള ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാവും? ഒരു സാധാരണക്കാരന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ പോകാൻ പറ്റുമോ? ഇയാൾ ഇങ്ങനെയുള്ള ഗുണ്ടകളെയാണോ പോലീസ് സേനയിൽ കൊണ്ടുവരുന്നത്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഇദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിൽ കൂടി വന്ന് തൊഴിലാളികൾക്ക് ഒരുപാട് അടികിട്ടി ഇയാളും ഈ പോലീസ് സേനയെ പറ്റി പഠിച്ചതല്ലേ. പിന്നെ എന്താണ് ഇപ്പോൾ അദ്ദേഹം മറന്നു പോകുന്നത്? എനിക്കതാ പറഞ്ഞു. ഈ MP എന്ന് പറഞ്ഞു ഷാഫി പറമ്പിൽ എന്ന് ജനങ്ങളുമായിട്ട് വളരെ മിതവാദിയാണ്. ഒരു പ്രകോപനത്തിനൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെ പോകുമ്പോൾ ജനസമിതി കൂടി വരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തൊക്കെ തെരഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു MP ആണ് നിൽക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ? ഈ CIക്ക് അറിയില്ലേ? അവിടെയുള്ള SP അറിയില്ലേ? ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? അതാ പറഞ്ഞത്, വടകരയിൽ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ ഒരുപാട് അവസ്ഥകളും സാധാ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ഏത് പാർട്ടിക്കാരനായാലും വ്യക്തമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രേക്ഷകരുണ്ട്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ സുകുമാരൻ കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, ചുരുങ്ങിയ വാക്കുകളിൽ, കണ്ണൂരൊക്കെ നല്ല പോലീസിംഗ് ആണോ സുകുമാരൻ? സാറേ, ഇതെല്ലാം പോലീസിൽ എല്ലാറ്റിലും ഗുണ്ടകളുണ്ട്, ഇല്ലാതൊന്നുമില്ല. പക്ഷെ നല്ലവരാണെങ്കിൽ നല്ലവരെന്നെ പോലീസ്. പക്ഷെ ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞു ചെയ്യുന്നില്ല. എല്ലാം മുഖ്യമന്ത്രിയുടെ പേരിൽ ഇടാൻ പാടില്ല. ഇല്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ ഇടുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഇത് രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പം അദ്ദേഹം അറിഞ്ഞല്ലോ 144 പേരെ പിരിച്ചുവിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റിപ്പോയി. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിരിച്ചുവിട്ട ആളുകളെല്ലാം പലരും മേലുദ്യോഗസ്ഥർ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അനുസരിക്കാത്ത ഈ ഉദ്യോഗസ്ഥർക്ക് ഒന്ന് വിളിച്ച് ഈ ശക്തമായ ഭാഷയിൽ ഒന്ന് ശാസിക്കാനെങ്കിലും, കടക്ക് പുറക്കുന്നൊക്കെ പറയാനെങ്കിലും മുഖ്യമന്ത്രി ഒന്നുകൂടി തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മഹേഷ് എന്നോടൊപ്പം ചേരുന്ന കൊല്ലത്ത്. മഹേഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. മഹേഷ് വിളിച്ചിട്ട് കുറച്ച് ദിവസം ആയിരുന്നു. മഹേഷ്, നമസ്കാരം. നമസ്കാരം. ഈ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നു, ഇരട്ടച്ചങ്ങുണ്ട്, തോക്കിന്റെ ഇടയിൽ കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളുന്നതല്ലാതെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല എന്ന് മുഖ്യമന്ത്രി ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ് ഒരു നാദല്ല കളരി പോലെ കിടക്കുക. കേരളത്തിലെ എല്ലാ പോലീസ് സംവിധാനം മൊത്തം ക്രിമിനൽ വൽക്കരിച്ചിരിക്കുക. ഒരു വിഭാഗം, നമ്മളെല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് ശരിയല്ല, ഒരു വിഭാഗം നല്ല ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരെ മൊത്തം അടിമ കമ്മികളെ പോലെ നിന്ന് അങ്ങ് ഇല്ലാത്ത തോന്നിവാസങ്ങളെല്ലാം കാണിക്കുക. ഓരോ ദിവസം ഇപ്പം പിരിച്ചുവിട്ടെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പശ്ചാത്തലം നമ്മളെല്ലാം കണ്ടേ. ഗുണ്ടകളുമായിട്ട് സെറ്റിൽമെന്റ് നടത്തിയ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൈക്കൂലി കേസിലും അഴിമതി കേസിലും ബാക്കിയുള്ള ക്രിമിനൽ കേസും ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താൽ പോലും ഈ CPM-ന്റെ നേതൃത്വവും ഈ പറയുന്ന ഭരണ സംവിധാനവും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക. ഇവിടെ മാങ്ങാമോഷണം തൊട്ട് സ്വർണ്ണമോഷണം തൊട്ട് മൊബൈൽ മോഷണം വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ സേനയ്ക്കകത്ത് നിൽപ്പുണ്ട്. ഇവരെയൊന്നും ആകെ പിരിച്ചുവിട്ടിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞ എത്ര 146 കണക്കിന്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോ എത്ര 14 പേര്. എന്തോ ഒരു സത്യം പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എന്തിനാണോ ഈ സീറ്റിൽ കയറി ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ, ഈ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു. പുള്ളിക്കത് കൊണ്ടു കിടക്കാനായിട്ടുള്ള കഴിവില്ല. ശരി, വ്യക്തമാണ്. അപ്പോൾ സമയ പരിമിതി കൊണ്ടാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ സ്കറിയ ചെറുപുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സ്കറിയ, നമസ്കാരം. നമസ്കാരം. ഇടയ്ക്ക് ഫോൺ ഒന്ന് കട്ടായി പോയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അവിടുന്ന് പറയുന്നത് വിഷയത്തിലേക്ക് വരാൻ സമയം പോയത് കാരണം നമ്മുടെ ഇവിടുത്തെ പോലീസില് നല്ല പോലീസുകാരുണ്ട്. പക്ഷെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാന്നുള്ള കാര്യത്തിൽ ഒരു പിടിയില്ല.
മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നാഥനില്ലാത്ത അവസ്ഥയാണോ ആഭ്യന്തര വകുപ്പിനുള്ളത്? അപ്പൊ മുഖ്യമന്ത്രിനകത്ത് ഈ 144 കണ്ടുപിടിച്ചു തന്നെ. 144 എന്ന് പറയുന്ന സംഖ്യ ഏതാ? ആൾക്കൂട്ടം കൂടരുത് 144 പ്രഖ്യാപിച്ചിരിക്കുക പുള്ളി. പിന്നെ ഇതിനു മുമ്പൊരു പ്രശ്നം പറഞ്ഞു കേട്ടു, കോൺഗ്രസ് ഭരണകാലത്തെയാണ് വിഷയമെന്ന്. കോൺഗ്രസ് ഭരണകാലത്ത് ഇവിടെ പോയപ്പം ജീവൻ രക്ഷാപ്രവർത്തകരെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഒന്നും ആരും തല്ലിയിട്ടില്ല. ഉമ്മൻചാണ്ടി നടത്തിയ സമയത്ത് തല്ലിയിട്ടില്ല. ഈ നമ്മുടെ മുഖ്യമന്ത്രി പോയ സമയത്താണ് പഴയങ്ങാടി, ഞങ്ങളുടെ ജില്ലയിലെ പഴയങ്ങാടി തുടങ്ങിയാണ് ജീവൻ രക്ഷാ പ്രവർത്തകർ തരാൻ തുടങ്ങിയത്. അപ്പൊ ഈ പോലീസിന്റെ കുപ്പായം ഇട്ടിട്ട് ഈ ജീവൻ രക്ഷാ പ്രവർത്തകർ ഇതിന്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണം. അങ്ങനെയാണ് ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ പിരിച്ചുവിട്ടത് കൊണ്ടോ? പിന്നെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഇവിടെ കാസറ്റ് കടത്തിയ IAS-കാരനുണ്ട്, അതിനകത്ത് എന്തൊക്കെ നടത്തി. അവരെ പിരിച്ചുവിട്ടു ഇല്ല, അവരെ കുറച്ച് 6 മാസത്തേക്ക് അവിടെ നിർത്തി, പിന്നെ തിരിച്ചെടുത്തു. എന്നിട്ട് ആ പുള്ളിയെ കൊണ്ട് ഏറ്റവും കൂടുതൽ തലപ്പത്തിരുത്തി. അപ്പൊ ഇത് ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കള്ളന്മാരാണെങ്കിൽ ഈ താഴെ കിടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയല്ല. ഇതിനകത്ത് കൃത്യമായിട്ടും വേണ്ട എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ഇവന്മാർ ചോദിക്കുന്ന ഇവന്മാരുടെ തറവാട്ടിലെ സ്വത്ത് പോലെ നമ്മളുടെ വീട്ടിൽ കയറി ചെന്നാൽ പോലെ ചോദിക്കുന്ന ചോദ്യം മതി, നീ ഇത് മുടിപ്പിക്കാൻ വന്നതാണോ? വലത്തുകാല് വെച്ച് വന്നാൽ ഒരു സിനിമയ്ക്കകത്തുള്ളത്, വലത്തുകാല് വെച്ച് വന്നാൽ നീ നിന്റെ അമ്മായിമ്മ വീട്ടിലോട്ട് വന്നാണോ? ഇതൊക്കെ മാറണം. എല്ലായിടത്തും CCTV ക്യാമറ കൃത്യമായി വെക്കണം. യുവമാരെ ശരിക്ക് പൂട്ടണം. ഞാൻ പണ്ട് തുടങ്ങിയ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ സർക്കാരും ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഒരു കൊല്ലം കഴിഞ്ഞ് 26 തെരഞ്ഞെടുപ്പ് വരും. ഈ ജീവൻ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് ഇറങ്ങും, ഭരണം മാറും. ഭരണം മാറുമ്പോൾ ജീവൻ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും സമരമായിരിക്കും. മനു ഇന്ന് എഴുതി വെക്കുക. ഭരണം മാറിയാൽ ഈ 9 കൊല്ലമായിട്ട് കേരളത്തിൽ ഹർത്താലുകളോ ബന്ധുക്കളോ നടത്തിട്ടില്ല. പല പ്രാദേശികമായിട്ട് ആന ചവിട്ടിയതൊക്കെ ഉള്ളൂ. അതേ ഉള്ളൂ. വ്യക്തമാണ്. അതായത് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ ഗൗതമിന് എന്നോടുള്ള ഇത് തീരുന്നില്ല. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾക്ക് ശരിയാണ്. അപ്പോൾ എന്നോട് പറയുന്നത് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് വന്നാൽ ഞാൻ എടുക്കാൻ ഒരു പ്രയാസമില്ല. ഇവിടെ പല ആളുകൾ വിളിക്കുന്നുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാബുമോൻ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ എനിക്ക് കൈയൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ സുനിൽകുമാർ എനിക്ക് ഹൃദയം അയച്ചിട്ടുണ്ട്. യു ആർ റൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഗൗതമിൻ്റെ കോൾ എന്താണോ കിട്ടാത്തത്? ഗൗതമിന് ഈ പഴയ കോൺഗ്രസ് കാലത്തെ ഈ സർക്കാർ മാപ്പ് കൊടുത്ത് വിട്ട കഥകളെ അതിൽ പറയാനുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്കെന്തോ വലിയ കാര്യം പറയാനുണ്ട്. കോൺഗ്രസ്സുകാരുടെ കാലത്തുള്ളതല്ലേ, നിങ്ങൾ അതിലെന്ത് നടപടിയെടുത്തു എന്നാണ് എനിക്കറിയേണ്ടത് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ നിങ്ങളും അതിനെ പിന്തുണച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ ദാസൻ, കണ്ണൂരിലൊക്കെ നല്ല പോലീസുകാരാണല്ലേ കൂടുതലും? ശ്രീകണ്ഠാപുരത്ത് നല്ല പോലീസുകാരാണെന്നാണ് അല്ലേ ശ്രീദാസന്റെ നാട്ടിൽ? അവിടെ നല്ല പോലീസുകാരാണെന്നാണ് കൂടുതലും. കുഴപ്പമൊന്നുമില്ല. ശരി. ഞാന് പറയുന്ന മനു, നിങ്ങളൊക്കെ ഈ കിരൺ ബാബുവിനും മനുവിനൊക്കെ നമ്മളെ നല്ല ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷെ ഇടയ്ക്ക് ചില ദിവസങ്ങളില് ഈ പൊതുവേദി ഞാൻ അങ്ങേയറ്റം മാനിക്കുന്ന ആളാണ്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളില് നിങ്ങള് ഈ ചില പ്രത്യേക ആൾക്കാരെ ഈ ഫോൺ വിളിക്കുന്ന പരിപാടി അത് നമ്മളെ വിശ്വാസമാർക്കും മിനി ടീച്ചറായിക്കോട്ടെ, പിന്നെ അനക്കയാവും, എന്തോ ആയിക്കോട്ടെ, നമ്മളെ വിശ്വാസം തകർക്കും. അത് പാടില്ല. ഈ പൊതുവേദിനെ അനുകരിക്കുന്ന ചാനല് വരെ വന്നു കഴിഞ്ഞു. ഈ ടീച്ചറും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അവരെന്താ വിശ്വാസം? അതിന്റെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ടാന്ന്. അത് പാടില്ല. മറ്റുള്ള ആൾക്കാരെ മൊത്തം നാണക്കെട്ടല്ലേ ഫോൺ ഇങ്ങോട്ട് വിളിക്കുന്നു. എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അവർ ഫോൺ ഇങ്ങോട്ട് വിളിക്കല്ലേ? അങ്ങ് ഇങ്ങോട്ട് വിളിക്കല്ലേ? അല്ലല്ല, അവര് വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചാൽ അല്ലല്ല, അങ്ങോട്ട് വിളിക്കല്ലേ? എനിക്ക് അവരുടെ നമ്പറൊന്നും അറിയില്ല. ഇല്ല, അത് അങ്ങക്ക് ഫുൾ തെറ്റിദ്ധാരണയാണ്. അനഘ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അനഘയ്ക്ക് അറിയാം, മിനി ടീച്ചർക്ക് അറിയാം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരും വിളിക്കാറില്ല. ഞാൻ ഒരു പ്രേക്ഷകന് എൻ്റെ ശ്രീ ദാസൻ അങ്ങ് നമ്മുടെ സ്ഥിരം ആളാണ്. അങ്ങ് തന്നെ ഇതുപോലുള്ള കുപ്രചരണങ്ങൾ നടത്തിയാൽ ഞാൻ ഒരൊറ്റയാളെ ഈ പൊതുവേദിയിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അത് പറയട്ടെ. ഇതാണ് എനിക്ക് അങ്ങേ ഇഷ്ടമല്ലാത്തത്. അങ്ങ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പറയുന്നത് അങ്ങയുടെ ഈ പ്രവൃത്തിയാണ് ഞാൻ എതിർക്കുന്നത്. അതായത് ഒരൊറ്റയാളെ മാത്രമേ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ. അത് മണ്ണാർക്കാടിലെ അഭിലാഷിനെ. കാരണം മണ്ണാർക്കാടിലെ ഇല്ല, എൻ്റെ 2 കുഞ്ഞുങ്ങളാണ് സത്യം. ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചിട്ടില്ല. എനിക്ക് അവരുടെ നമ്പർ അറിയില്ല. പോരെ, ശ്രീ ദാസൻ എന്നെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയാ? പ്രവീണയോട് ചോദിച്ചു നോക്കി. സത്യസന്ധമായ കാര്യമാണ്. ഞാൻ അത് ഇല്ലെന്നേ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഇല്ലെന്നേ
അങ്ങനെ ഇല്ല. ഞാൻ ഇവിടുന്ന് പൊതുവേദിയിലെ പ്രേക്ഷകരെന്ന നിലയിൽ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ള ഒന്നില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടെലി എടുക്കാനായിട്ട് റിപ്പോർട്ടർമാരെ വിളിക്കുന്നല്ലാതെ പൊതുവെ പറയട്ടെ ഞാനും കൂടി പറയട്ടെ. അപ്പൊ ഇത് കേൾക്കൂ, ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. അതായത് കേൾക്കൂ, ദയവായി കേൾക്കൂ. അങ്ങ് പറഞ്ഞ തെറ്റിദ്ധാരണ എനിക്കിത് പറയാൻ അവസരം തരൂ. അല്ല, ഇത് എനിക്ക് അങ്ങയുടെ വോളിയം മ്യൂട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല, പക്ഷേ ഇതാണ് എൻ്റെ ജനാധിപത്യ രീതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് അപേക്ഷിച്ചത് ഇത് പറയുന്നത്. അപ്പോൾ അനഘയുടെ നമ്പർ പറയാം. അനഘയുടെ നമ്പർ എനിക്കറിയില്ല, മിനി ടീച്ചറുടെ നമ്പറും എനിക്കറിയില്ല. പക്ഷേ അവരിത് നിരന്തരം കാണുന്ന ഒരാളുകളാണെന്ന് എനിക്കറിയാം. അവർ യൂട്യൂബിൽ വരും, അനഘയെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് എന്നും പരാതി പറയും, മിനി ടീച്ചർ എന്നും പരാതി പറയും. അവരുടെ കുട്ടികളും, അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളും പൊതുവേദി കാണുന്നവരാണ്. ടീച്ചർ പ്രതികരിച്ച ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് അഭിപ്രായം പറയുന്നവരാണ്. അവർ ആകെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഏറ്റവും കുറേ 6 മാസം ശ്രമിച്ചിട്ടാണ് അവർ കഴിഞ്ഞ ദിവസം കിട്ടിയത്. വളരെ സന്തോഷകരമായ വാർത്തയായിരുന്നു. അവരുടെ അനഘയ്ക്കും അച്ഛനും ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ദിവസം കിട്ടി. ശരി, എനിക്കിനി സമയമില്ല. ഇനി ഇത് പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കാൻ സമയമില്ല. ശ്രീദാസൻ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അങ്ങയുടെ നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അങ്ങയോട് ഞാൻ ഒരിക്കലും കളവ് പറയില്ല. കാരണം ഇത് ആളുകൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ശിവദാസൻ ബാലരാമപുരം, ചുരുങ്ങിയ വാക്കുകൾ കേട്ടോ, എനിക്ക് ഒട്ടും സമയമില്ലാതായിപ്പോയി. നമസ്കാരം. എനിക്കൊരു കാര്യം പറയാനുള്ളത് സാർ, ഇനി ഒരു കാരണവശാലും മക്കളെ കൊണ്ട് സത്യം ചെയ്തു. സാറ് പറഞ്ഞ കാര്യം ലോകത്ത് എല്ലാവർക്കും അറിയാം. നമ്മളെ സ്വത്താണ് മക്കൾ. അതുകൊണ്ടല്ലേ സത്യം ചെയ്തത്, അങ്ങനെ ഇല്ലാന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ട്. നമ്മുടെ ഒരു നാടൻ ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നമ്മളെ നമ്മൾ പറയില്ലേ, അത് ആ സത്യസന്ധത തെളിയിക്കാനുള്ള ഒരു ഇതാണ്. അമ്മ സത്യം പറയാം, അമ്മ സത്യം പറയാം. പക്ഷേ മക്കളെ കൊണ്ട് സത്യം ചെയ്യണത് ചെയ്യാൻ പാടില്ല. ശാസ്ത്രത്തിനെതിരാണോ? ശരി, സമയമില്ല എനിക്ക്. ശരി, അങ്ങ് പറഞ്ഞു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും സംസാരിക്കാം. സത്യൻ മട്ടന്നൂരിൽ നിന്ന്. സത്യൻ, ചുരുങ്ങിയ വാക്കുകൾ, ഇത് കഴിയാറായി, അവസാനിക്കാറായി. ഹലോ, ചുരുങ്ങിയ വാക്കുകൾ, സമയം കഴിയാറായി. മട്ടന്നൂരിൽ വിളിക്കുന്നതാണ്. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ന്യൂസ് 18 പൊതുവേദി എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമുള്ള ഒരു ന്യൂസാണ്, പരിപാടിയാണ്. വളരെ സന്തോഷം. അങ്ങക്ക് അങ്ങ് ഈ ഒരു ചെറിയ സമയത്ത് 2 വാക്കിലാണിത് പറഞ്ഞെങ്കിലും എനിക്കിതൊരു വലിയൊരു പുരസ്കാരം കിട്ടിയതിൻ്റെ സന്തോഷമാണ്. വളരെയധികം സ്നേഹം, നന്ദി ഒക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. ഷാജി കൊല്ലത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഷാജി, ചുരുങ്ങിയ വാക്കുകളേ ഉള്ളൂ കേട്ടോ, സമയമില്ല. നമ്മളിപ്പോഴേ ഷാഫി പറമ്പിൽ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ആയി വന്ന ഒരു ചർച്ചയാണ്. ഇതിനകത്ത് ഗവൺമെന്റ് പിരിച്ചുവിട്ടെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് ആരുടെയിലും ഇല്ല. അപ്പൊ നമ്മള് ഊഹാപോഹം അല്ലെന്ന്, ഇത് ഷാഫി പറമ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമൊന്നുമല്ല. ഇത് ആളുകൾ RTI കൊടുത്ത് തലസ്ഥാനത്ത് നോക്കി 2 ദിവസം മുന്നേ ഇതിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഇല്ലാത്ത കാര്യം പറഞ്ഞ എങ്ങനെയാ? ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടല്ല, ഇതിന് മുന്നേ ഇത് വാർത്ത പുറത്തു വന്നത്. ആയിക്കോട്ടെ. അപ്പൊ ആ ചർച്ച ഇതിനൊക്കെ എനിക്ക് നിങ്ങളോട് ഇതിന്റെ എന്താണ് ഇതിന്റെ എനിക്ക് വളരെ വ്യക്തതയില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവണം. ഇന്നലെ തന്നെ നിങ്ങളൊരു ചർച്ച നടത്തി, പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ മുങ്ങി താഴ്ന്നു പോയത്. അതിനു മുമ്പ് ശിവൻകുട്ടി മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, അതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇതിന്റെ ഒന്നും ഫോളോ അപ്പ് ഇല്ല. ഇപ്പൊ ഈ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ വിരോധികൾ വന്ന് കുറെ പുലഭ്യം പറഞ്ഞിട്ട് മന്ത്രിമാരെ, ഇടതുപക്ഷത്തിനെയും TPM-നെയും പുലഭ്യം പറഞ്ഞിട്ട് പോകുന്നു. കേൾക്കുന്നവർ ഹാപ്പി ആവുന്നു, അവരും ഹാപ്പി ആവുന്നു. പിന്നെ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട ചിലർക്കൊക്കെ ഹാപ്പി ആയിരിക്കാം. പക്ഷെ ഇതിനൊന്നും ഫോളോ അപ്പ് ഇല്ല. നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. കുറെ EP ജയരാജനെ കുറിച്ചൊരു ഹെലികോപ്റ്റർ തള്ളിയത് ഞാൻ ഈ സർക്കാരിന് കുറ്റം പറഞ്ഞു. സർക്കാരിനെ കുറ്റം സർക്കാരിനെ അങ്ങയുടെ ഉത്തരവാദിത്വമാണ്. അതിനല്ലേ 2 വിഭാഗത്തിൽ അങ്ങക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം ഞാൻ അങ്ങക്ക് തരികയാണ്. ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അങ്ങനെയൊക്കെയാണ്. ഞാൻ സർക്കാരിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ നടക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം കണ്ടു, ഞാൻ അതിൽ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു. ജനങ്ങൾക്ക് ഒരു വിരുദ്ധാഭിപ്രായമാണെങ്കിൽ അങ്ങ് അത് മാറ്റി പറയണം. അതുകൊണ്ടാണ് അങ്ങ് ഷാജി അല്ല, പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരുപാട് CPM-നെതിരെ കുറ്റം പറയുമ്പോൾ ദീപുവോ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല്ലിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറേ സമയം കൊടുക്കും. അതിന് എനിക്കെതിരെ ആളുകൾ വലിയ വിമർശനം ചെയ്യുന്നു. പക്ഷെ അവർ സമയം കൊടുക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാനാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ആ ഒരു വിഷയത്തില് വന്ന് പലരും വന്ന് റിയാസ് മന്ത്രിയെ, പൊതുമരാമത്ത് മന്ത്രിയെ പുലഭ്യം പറഞ്ഞിട്ട് പോയി. അന്നേരം താങ്കൾക്ക് അത് യഥാർത്ഥത്തിൽ അത് പറയാനാണല്ലോ ദീപു ഏറ്റവും അവസാനം എല്ലാം കൃത്യമായി പറഞ്ഞല്ലോ.
അല്ല, ദീപു പറയുന്നതല്ല, ദീപുന് കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും പറയണ്ടേ? ഞാൻ ഈ സർക്കാരിനെ ദീപുന് കിട്ടിയില്ലെങ്കിൽ പറയണ്ടേ? എനിക്കൊരു പാർട്ടി ഇല്ലെന്ന്, ഞാൻ പാർട്ടി ചേർന്നിട്ടില്ല. പാർട്ടിയല്ല, ഇതിന്റെ യാഥാർത്ഥ്യം പറയണ്ടേ? യാഥാർത്ഥ്യം എന്റെ കയ്യിലുള്ള അറിവ് വെച്ചിട്ടുള്ള യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു. ബാക്കി അതാ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ യാഥാർത്ഥ്യം ഉണ്ട്. ശരി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഷാജി ഇങ്ങനെ വിഷമിക്കല്ല. ഞാൻ CPM ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അത് അങ്ങയ്ക്കുണ്ട്. അങ്ങ് അത് പറഞ്ഞു. ഞാൻ സമയം തരാം. അടുത്ത ദിവസം വിളിക്കും. നമുക്ക് കുറേ കൂടെ വിശദമായ കാര്യങ്ങൾ, അങ്ങക്ക് എല്ലാ പരാതികളും പറയാനൊരു ദിവസം സമയം തരാം. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു കേട്ടോ. അപ്പോൾ പ്രേക്ഷകരുടെ പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടാൻ കഴിയുന്നുണ്ടോ സർക്കാരിന് എന്ന് ചോദിക്കുമ്പോൾ 86% ആളുകൾ അതൊന്നും നടക്കാവുന്ന കാര്യമല്ലെന്നാണ് പറയുന്നത്. 14% ആളുകൾക്ക് വിശ്വാസമുണ്ട് കാര്യത്തിൽ. അപ്പോൾ പിരിച്ചുവിടാൻ കഴിയും എന്നാണ് പറയുന്നത്. ഏതായാലും വികസിതമായ ഒരു സമൂഹത്തിൻ്റെ വലിയ മുഖമുദ്രയാണ് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം. അങ്ങനെ ഒരു പോലീസ് സംവിധാനത്തിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ 1 or 2 മതി. പക്ഷേ അത് ഒരു ഘട്ടത്തിലും അംഗീകരിക്കാനാകില്ല. അത് സേനയെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനമായി മാറും. അതുകൊണ്ട് ഇത്തരക്കാരെ സേനയ്ക്കകത്ത് വെച്ച് പൊറുപ്പിച്ചുകൂടാ. അതിന് ഈ സേനയുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം എന്നാണ് പൊതുവേദിക്ക് പറയാനുള്ളത്. ഈ മനുഷ്യനെ പട്ടിയെപ്പോലെ കെട്ടിയിടുന്ന ഉദ്യോഗസ്ഥർ ഇത് എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അരുത്, നിങ്ങൾ ഈ സേനയ്ക്ക് യോജിച്ചവരല്ല. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.